Bilinear transformation നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. So find the bilinear transformation. Find the bilinear transformation which maps the points 1, 0, minus 1 onto the points 0, 1, I. 0, 1, I. Okay. Find the bilinear transformation which maps the points 1, 0, minus 1 onto the point 0, 1, I. 1 ഇടുമ്പോൾ നമ്മൾ ഇമേജ് ഇസറ്റിൻ്റെ പ്ലേസിൽ 1 ഇടുമ്പോൾ ഇമേജ് 0 കിട്ടണം, 0 ഇടുമ്പോൾ 1 കിട്ടണം, -1 കിട്ടുമ്പോൾ I കിട്ടണം. സോ ഇങ്ങനത്തെ ഒരു ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണണം. ഓക്കെ. സോ ഇത് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ മോബിയസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും, ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഓക്കെ. സോ ദ റിക്വേർഡ് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ ഈസ്, നമുക്കറിയാം ദ റിക്വേർഡ് bilinear transformation ഈസ്, ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും, ഒരു ഇസറ്റും ഈ പോയിൻറ്റും 1ഉം 0ഉം -1ഉം, റൈറ്റ് സൈഡ് എന്തായിരിക്കും, W-ഉം 0ഉം 1ഉം I-യും. ഓക്കെ. നമുക്ക് ആൾറെഡി നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ ഇതിൻ്റെ റിക്വേർഡ് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. നമുക്ക് പിന്നെ ഇതിൻ്റെ ക്രോസ് റേഷ്യോ എടുക്കും, ഇത് രണ്ടേയും ഫിക്സ് ചെയ്യും. ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും, Z -0, പിന്നെ 1 minus of -1, that is 1 plus 1 divided by അടുത്ത് 1 minus of Z minus of, എങ്ങനെ നമുക്ക് അടുത്ത ടൈം Z minus of -1, that is Z plus 1, പിന്നെ 1 minus 0. ക്ലിയറാ നോക്ക്, Z minus 0, പിന്നെ 1 minus of -1, 1 plus 1, പിന്നെ Z minus of -1, Z plus 1, പിന്നെ 1 minus 0 ഈക്വൽ ടു, അതുപോലെ അവിടെ എന്തായിരിക്കും, W മൈനസ്, ഇത് രണ്ട് ഫിക്സ് ചെയ്യണം അല്ലേ, W minus 1, പിന്നെ W minus 1, പിന്നെ 0 minus I ഡിവൈഡഡ് ബൈ അടുത്ത് W minus I, പിന്നെ 0 minus 1. ഇട്ട പോയിൻ്റൊക്കെ ശരിയാന്ന് നോക്കടാ. ഇത് രണ്ടും ഫിക്സ് ചെയ്ത് Z minus 0, 1 minus of -1, 1 plus 1, പിന്നെ അടുത്ത് ഇവിടെ Z minus of -1, Z plus 1, 1 minus 0 ശരിയാണ്. അടുത്ത് W minus 1, പിന്നെ 0 minus I, പിന്നെ W minus I, 0 minus 1 ശരിയാണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് 2 ആകും അല്ലേ. അപ്പോൾ 2Z ഡിവൈഡഡ് ബൈ Z plus 1 ഈക്വൽ ടു, അവിടെ എന്താവും, -I ഇൻറ്റു 0 മൈനസ് ഐ ഡോയിൽ -I ആണ്, ഇൻറ്റു W minus 1 ഡിവൈഡഡ് ബൈ -1 ഇൻറ്റു W minus I. -1 ആകുമ്പോൾ ഓക്കെ, -1 ഇൻറ്റു W minus I. ഈ മൈനസും തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താവും, അപ്പോൾ 2Z ഡിവൈഡഡ് ബൈ Z plus 1 എന്ത് വേണമെന്നത് ക്ലിയർ ചെയ്യും. മൈനസും ക്യാൻസൽ ആകുമ്പോൾ I ഇൻറ്റു W minus 1 ഹോൾ ഡിവൈഡഡ് ബൈ W minus I. ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ടേം ഇവിടെ കൊണ്ടുപോകും, ഈ ടേം ഇവിടെ കൊണ്ടുപോകാം. സോ therefore that is equal എന്താവും, that is 2Z ഇൻറ്റു W minus I ഈക്വൽ ടു 2Z into W minus I equal to I into W minus 1 into Z plus 1. ശരിയാന്ന് ചെക്ക് ചെയ്യടാ. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം ഇവിടെ പോകും അല്ലേ. അപ്പോൾ I into W minus 1 into Z plus 1, പിന്നെ ഇത് W minus I ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ 2Z into W minus I, പിന്നെ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2WZ പിന്നെ -2Z minus 2IZ. ഓക്കെ. 2WZ minus 2IZ. അടുത്ത റൈറ്റ് സൈഡ് ആകുമ്പോൾ ഐനെ കീപ്പ് ചെയ്യുക, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. WZ
പ്ലസ് ഡബ്ല്യു പിന്നെ മൈനസ് ഇസഡ് മൈനസ് 1. ഓക്കെ, ഇത് ലെഫ്റ്റ് സൈഡ് നമുക്കൊന്നും സിംപ്ലിഫൈ ചെയ്യാനില്ല. 2w ഇസഡ് മൈനസ് 2i ഇസഡ്. റൈറ്റ് സൈഡിൽ ഐനെ അകത്തെടുക്കുമ്പോൾ ഐ ഡബ്ല്യു ഇസഡ് പ്ലസ് ഐ ഡബ്ല്യു മൈനസ് ഐ ഇസഡ് പിന്നെ മൈനസ് ഐ. ഓക്കെ, നമുക്ക് എല്ലാത്തെയും ബ്രാക്കറ്റ് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യണം. എല്ലാ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തന്നിരിക്കുന്നതിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ ഡബ്ല്യു വരുന്ന ടേം എല്ലാം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യണം. ഇപ്പോൾ പറയുന്ന പോയിൻ്റാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ്. ഡബ്ല്യു വരുന്ന ടേം എല്ലാം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ട് ബാക്കി വരുന്ന ടേം എല്ലാം റൈറ്റ് സൈഡ് കീപ്പ് ചെയ്യണം. റൈറ്റ് സൈഡ് പോകുന്ന ടേമിൽ ഡബ്ല്യുടെ ടേം വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബ്ല്യു വരുന്ന ടേം എല്ലാം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 2w ഇസഡ് ഉണ്ട്, അത് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യണം. പിന്നെ ഇവിടെ 2i ഇസഡ് ആണ്, ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുന്ന ടേം അല്ല. പിന്നെ ഇവിടെ ഒരു ഐ ഡബ്ല്യു ഇസഡ് ഉണ്ട്, അത് ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ മൈനസ് ഐ ഡബ്ല്യു ഇസഡ് എന്നാവും. ഇവിടെ ഒരു മൈനസ് ഐ ഡബ്ല്യു. പിന്നെ ബാക്കി ടേം ഈ ടേമേ ഉള്ളൂ. ഇത് നമുക്ക് റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ പ്ലസ് 2i ഇസഡ് പിന്നെ ഒരു മൈനസ് ഐ ഇസഡ് ഒരു മൈനസ് ഐ. ഓക്കെ, 2w ഇസഡ് ഡബ്ല്യു ഉള്ള ടേം എടുക്കുമ്പോൾ 2w ഇസഡ് ഉണ്ട്. പിന്നെ ഈ ഐ ഡബ്ല്യു ഇസഡിന് ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ മൈനസ് ഐ ഡബ്ല്യു ഇസഡ്. പിന്നെ ഐ ഡബ്ല്യുവിന് ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ മൈനസ് ഐ ഡബ്ല്യു. പിന്നെ ബാക്കി ടേം എന്താണ്? ഈ ടേം റൈറ്റ് സൈഡ് പോകുമ്പോൾ 2i ഇസഡ് പിന്നെ ഒരു മൈനസ് ഐ ഇസഡ് പിന്നെ ഒരു മൈനസ് ഐ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഡബ്ല്യുവിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഇത്രയും ടേം ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഒരു ടേം ഇല്ല. ഡബ്ല്യു ഓക്കെ, ഡബ്ല്യുവിന് ഇത് 2w ഇസഡ് ഐ ഡബ്ല്യു ഇസഡ് ഐ ഡബ്ല്യു ആയിരിക്കുന്നു. സോ ഡബ്ല്യുവിനെ പുറത്തെടുക്കുക. ഡബ്ല്യുവിനെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ ബാക്കി എന്ത് വരും? ഇവിടെ നിന്നൊരു 2 ഇസഡ് വരും, ഇവിടെ നിന്ന് ഒരു ഐ ഇസഡ് വരും, ഇവിടെ നിന്ന് ഒരു മൈനസ് ഐ വരും. ഓക്കെ, ഈക്വൽ ടു അവിടെ നമുക്ക് എന്താണ് അവിടെ എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാനുണ്ടല്ല. 2i ഇസഡ് എന്ന് മൈനസ് ഐ ഇസഡ് പോയാൽ എന്താണ് വരും? ഒരു ഐ ഇസഡ് മൈനസ് ഐ ഇസഡ് മൈനസ് ഐ. ഓക്കെ, സോ പിന്നെ ബാക്കി ഡബ്ല്യുവിനെ ഇവിടെ കീപ്പ് ചെയ്തിട്ട് ബാക്കി ടേം റൈറ്റ് സൈഡ് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് എന്ത് വരണം? ലെഫ്റ്റ് സൈഡിൽ ഡബ്ല്യു വരണം, റൈറ്റ് സൈഡിൽ ബാക്കി ടേം കൊണ്ടുപോകണം. സോ ഓക്കെ, ഡബ്ല്യു ഈക്വൽ എന്താകും? അപ്പം ഐ ഇസഡ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇസഡ് മൈനസ് ഐ ഇസഡ് മൈനസ് ഐ. ഞാനിതിനെ കുറച്ചുകൂടെ നല്ലൊരു ഫോമിൽ എഴുതുകയാണെങ്കിൽ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇസഡ് മൈനസ് 1 ഒന്നും ചെയ്യുന്നില്ല, ഐ ഇസഡ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ നിന്ന് ഇസഡ് കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എന്താവും? 2 മൈനസ് ഐ ഇൻറ്റു ഇസഡ് മൈനസ് ഐ. സോ ഇങ്ങനെ ആവും ഐ ഇസഡ് മൈനസ് ഐ ഇസഡ് മൈനസ് ഐ ആണല്ലേ, ഐ ഇസഡ് മൈനസ് ഐ വേണമെങ്കിൽ പുറത്തെടുക്കുക. ഐ പുറത്തെടുത്താൽ എന്താവും? ഇസഡ് മൈനസ് 1 എന്നാവും. ഐ ഇസഡ് മൈനസ് ഐ പിന്നെ 2 മൈനസ് ഐ ഓഫ് ഇസഡ് മൈനസ് ഐ. ഐ ഇസഡ് മൈനസ് ഐ അല്ലത്, ഐ ഇസഡ് മൈനസ് ഐ. ഒരു ടേം തെറ്റിപ്പോകാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ? നമുക്ക് ഈ ഇതിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സീറോയുടെ ഇമേജ് എന്ത് വരണം? 1 വരണം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയേ ഈ പ്രാവളം ഇടാൻ കാരണം നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, 1ൻ്റെ ഇമേജ് 0 വരണം, 0ൻ്റെ ഇമേജ് 1 വരണം, -1ൻ്റെ ഇമേജ് ഐ വരണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇസറ്റിന് പകരം ഞാൻ 1 കൊടുത്തു. ഇസറ്റിന് പകരം 1 കൊടുക്കുമ്പോൾ നിനക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. ഇസറ്റിന് പകരം 1 കൊടുക്കുമ്പോൾ എന്താണ് ഇവിടെ? ഐ മൈനസ് ഐ എന്നാവും. ഐ മൈനസ് ഐ ആകുമ്പോൾ 0 ആണ്. സോ അതിൻ്റെ ഇമേജ് 0 ആയി. ഓക്കെ, വളരെ മാത്സിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഈ ട്രാൻസ്ഫോർമേഷനിൽ 1ൻ്റെ ഇമേജ് കറക്റ്റായിട്ട് എന്താണ്? ഇസറ്റിൻ്റെ പ്ലസ്സിൽ 1 ഇടുമ്പോൾ ഐ മൈനസ് ഐ എന്താണ്? 0 ആയി. അപ്പോൾ അത് ക്ലിയർ ആണ്. അടുത്ത് 0യുടെ ഇമേജ് ആകുമ്പോൾ എന്താവും? ഇവിടെ ഐ ഇസറ്റ് പോകും. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് ഐ ഡിവൈഡ് ബൈ ഈ ടേം പോകും, മൈനസ് ഐ എന്നാവും. മൈനസ് ഐ ഡിവൈഡ് ബൈ മൈനസ് ഐ ആണെങ്കിൽ 1 ആണ്. അപ്പോൾ 0യുടെ ഇമേജ് എന്തായി? 1 ആയി. തിരിച്ച് ഇനി -1 ഇടുമ്പോൾ ഇസറ്റിൻ്റെ പ്ലേസിൽ -1 ഇടുമ്പോൾ നിനക്ക് എന്ത് കിട്ടും? ഐ തന്നെയാണ് കിട്ടും. ഓക്കെ, അപ്പോൾ പ്രോബ്ലം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ഈ 3 പോയിൻറ്റിൻ്റെ ഇമേജ് ആ 3 പോയിൻ്റ് വരുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണ്? സോ ഇതാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ലാസ്റ്റ് കിട്ടിയ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? W ഈക്വൽ ടു ഐ ഇസഡ് മൈനസ് ഐ ഡിവൈഡ് ബൈ 2 മൈനസ് ഐ ഇൻറ്റു ഇസഡ് മൈനസ് ഐ. എന്ത് ചെയ്ത് നമുക്ക് ഫസ്റ്റ് നമുക്ക് ക്രോസ് റേഷ്യോ യൂസ് ചെയ്ത് പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്
ബാക്കി എല്ലാത്തിലും അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്ത് ഡബ്ല്യു വരുന്ന ടേമൊക്കെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് ബാക്കി ഇല്ലാത്ത ടേം ഡബ്ല്യു ഇല്ലാത്ത ടേമൊക്കെ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് ഡബ്ല്യു വരുന്ന ടേമിൽ നിന്ന് ഡബ്ല്യു കോമണായിട്ട് പുറത്തെടുത്ത് അത് റൈറ്റ് സൈഡ് കൊണ്ടുപോയി അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് എന്ന ഫോമിലായി. സോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ ബ്യൂട്ടിയായി വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത് ഐ ഇസഡ് മൈനസ് ഐ ഡിവൈഡ് ബൈ ഇവിടെ നമുക്ക് ഇസഡ് കോമൺ ആണ് 2 മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ എന്നിട്ട്. ഓക്കെ, കാര്യം ക്ലിയർ ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റ് നമുക്ക് അതിൻ്റെ ഇമേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇൻഫിനിറ്റി വരുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, find the bilinear transformation. Find the bilinear transformation which maps the points infinity vanna ottri eluppaanu maps a point 1 I comma infinity comma 1 onto the points as infinity comma 2 comma 3i infinity comma 2 comma 3i. okay കിടക്കട്ടെ. സോ അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ പെട്ടെന്ന് തീർക്കാൻ പറ്റുമേ. ദ റിക്വയർഡ് സൊല്യൂഷൻ ഈസ് എന്താണ്? ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഇസഡ് ഐ ഇൻഫിനിറ്റി 1 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ വരുന്നത് ഡബ്ല്യു ഇൻഫിനിറ്റി 2 3i. കെയർഫുള്ളായി ചെയ്യ്. എന്ത് ചെയ്യണം? ഫസ്റ്റിൽ ഈ രണ്ടിനെ ഫിക്സ് ചെയ്യണം. അപ്പോൾ എന്താ ഒരു ഇസഡ് മൈനസ് ഇൻഫിനിറ്റി പിന്നെ ഐ മൈനസ് 1 ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 1 പിന്നെ ഐ മൈനസ് ഇൻഫിനിറ്റി. ഇവിടെ അതുപോലെ ഡബ്ല്യു മൈനസ് 2 പിന്നെ ഇൻഫിനിറ്റി മൈനസ് 3i പിന്നെ ഡിവൈഡഡ് ബൈ ഡബ്ല്യു മൈനസ് 3i ഇവിടെ രണ്ടും ഫിക്സ് ചെയ്തത് ഡബ്ല്യു മൈനസ് 2 ഇൻഫിനിറ്റി മൈനസ് 3i പിന്നെ ഡബ്ല്യു മൈനസ് 3i ഇൻഫിനിറ്റി മൈനസ് 2 ഞാൻ നേരത്തെ പറഞ്ഞ് ഇൻഫിനിറ്റി വരുന്ന ഫാക്ടറൊക്കെ നമുക്ക് കളയണം. സോ ഇൻഫിനിറ്റി വരുന്ന ഫാക്ടർ ആകുമ്പോൾ ഈ ഫാക്ടർ പോവും. ബട്ട് ന്യൂമറേറ്റർ എന്തായിരിക്കും? ഐ മൈനസ് 1 ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 1 ഇസ് ഈക്വൽ ടു അവിടെ എന്തായിരിക്കും? ഈ ഫാക്ടറും പോവും. ബാക്കി എന്തായാലും ഡബ്ല്യു മൈനസ് 2 ഡിവൈഡ് ബൈ ഡബ്ല്യു മൈനസ് 3i. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഫുള്ള് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരും? ഈക്വൽ ടു I minus 1 into W minus 3i equal to I minus 1 into W minus 3i equal to W minus 2 into Z minus 1. I minus 1 into W minus 3i equal to W minus 2 into Z minus 1. പിന്നെ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? IW പിന്നെ -3 ഐ സ്ക്വയർ ആണ്. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ എന്താവും? +3 എന്താണ്? I minus 1 ആണ് കേട്ടോ. I minus 1. അപ്പോൾ ഇവിടെ എന്താവും? IW പിന്നെ -3 ഐ സ്ക്വയർ മൈനസ് ആയതുകൊണ്ട് +3 പിന്നെ -W പിന്നെ +3i മൈനസിന് -+3 കറക്റ്റാന്ന് നോക്കേ. IW -3 I square that is +3 minus W +3i equal to WZ minus W minus 2Z plus 2. കറക്റ്റാ നോക്ക്. WZ minus W minus 2Z plus 2. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ വളരെ കെയർഫുൾ നോക്കേണ്ടത്. എല്ലാ ബ്രാക്കറ്റും കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഡബ്ല്യു ഉള്ള ടേം എല്ലാം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുക. ഡബ്ല്യു ഉള്ള ടേം ഇവിടെ എന്തൊക്കെയാണ്? ഒരു IW വരുന്നു, പിന്നെ ഒരു -W വരുന്നു, പിന്നെ അവിടെ നിന്ന് ഒരു -WZ വരുന്നുണ്ട്. WZ ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ പിന്നെ ഒരു +W വരുന്നുണ്ട് അല്ലേ? അത്രയേ ഉള്ളൂ. ഒരു IW -W
പിന്നെ ഇത് ലെഫ്റ്റ് മൈനസ് ഡബ്ല്യു ഇസെറ്റ് പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു ബാക്കിയുള്ള ടേം റൈറ്റ് സൈഡ് എടുക്കുക. ഇവിടെ എന്താ ഇരിക്കുന്നത്, ഒരു 3 - 3i. അപ്പോൾ 3 എന്താകും മുകളിൽ അവിടെ പോകുമ്പോൾ അവിടെയുള്ള ടേം സ്ഥലം ആണെങ്കിൽ -2z പിന്നെ +2 -3 -3i. ഇനി കെയർഫുള്ളായി നോക്കുക. ഡബ്ല്യൂയുടെ ടേം ഇത്, ഡബ്ല്യൂയുടെ ടേം, ഡബ്ല്യൂയുടെ ടേം, ഡബ്ല്യൂയുടെ ടേം, ഡബ്ല്യൂയുടെ ടേം. സോ IW -WZ പ്ലസ് ഡബ്ല്യു. പിന്നെ ഇവിടെ റൈറ്റ് സൈഡ് പോകുമ്പോൾ -2z +2 -3 -3 ഓക്കെ ശരിയാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് ഏത് ക്യാൻസലാകും, ഈ -W +W ക്യാൻസലാകും. സോ അപ്പോൾ അങ്ങനെ എന്ത് ഇവിടെ IW -WZ ഈ -W +W ക്യാൻസലാണ്. അവിടെ എന്തെങ്കിലും ഈക്വൽ ടു 2 - 3 -1 ആണേ. അപ്പോൾ -2z -1 -3i. സോ ഇവിടെ നിന്ന് നമുക്ക് W കോമണായിട്ട് പുറത്തെടുക്കുക. W കോമണായിട്ട് പുറത്തെടുക്കുമ്പോൾ ഇവിടെ എന്താവും, I - Z എന്നാവും. സോ ഈക്വൽ ടു -2z -1 -3i. സോ ദെർഫോർ W ഈക്വൽ ടു എന്താവും, -2z -1 -3i ഡിവൈഡഡ് ബൈ W ഇൻറ്റു I - Z. ഓക്കെ, ഇതിനെ ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എനിക്ക് ഈ മൈനസൊക്കെ കലിപ്പാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു മൈനസ് പുറത്തെടുക്കാം, ഇവിടെ നിന്ന് ഹോൾ മൈനസ് പുറത്തെടുക്കാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, W ഈക്വൽ ടു ഒരു 2z +1 +3i ഡിവൈഡഡ് ബൈ ഈ W ഇല്ലല്ലോ, I - Z മാത്രമല്ലേ അപ്പുറത്തോണ്ട് പോയി. സോ എന്താവും, Z - I. ഇത് ശരിയാണെന്ന് ചെക്ക് ചെയ്യണേ. തന്നിരിക്കുന്ന പോയിൻറ്റ്സിൽ നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം, ചെയ്ത് നോക്കാം. ഐൻ്റെ ഇമേജ് ഇൻഫിനിറ്റിയിലെ വരേണ്ടത്. ഇപ്പോൾ ഇസറ്റിൻ്റെ പ്ലേസിൽ ഐ ഇടുമ്പോൾ എന്താകും, I - I എന്നാവും. I - I ആകുമ്പോൾ ഡിനോമിനേറ്റർ 0 ആണ്, അതിൻ്റെ ഇമേജ് എന്ത് കിട്ടി, ഇൻഫിനിറ്റി കിട്ടി. നമ്മൾ അങ്ങനെ ഇടുമ്പോൾ ആ ടേമൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സോ ഇതാണ് നമ്മുടെ റിക്വേർഡ് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഇത് 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണ്, നമുക്ക് ക്രാസ് റേഷ്യോ കാണുന്നു, പിന്നെ അതിന് ബ്രാക്കറ്റ് എല്ലാം വളരെ കെയർഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യും, W വരുന്ന ടേമൊക്കെ എല്ലാം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യും, അതില്ലാത്ത ടേമൊക്കെ റൈറ്റ് സൈഡ് കൊണ്ടുപോകും. പിന്നെ എന്ത് ചെയ്യും, W വരുന്ന ടേമിൽ നിന്നും Wനെ കോമണായിട്ട് പുറത്തെടുക്കും, ബാക്കി വരുന്ന ടേം റൈറ്റ് സൈഡ് ആയിരിക്കും. പിന്നെ W കോമണായിട്ട് പുറത്തെടുത്ത ടേമിന് റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ എന്താകും, ഡിവൈഡ് ഉണ്ടാവും. സോ അതാണ് നമ്മുടെ റിക്വേർഡ് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ. കുറച്ച് കെയർഫുള്ളായി ചെയ്യണം, ഒരു മൈനസും പ്ലസും തെറ്റില്ല ചെയ്യണം. പഠിക്കാൻ എളുപ്പമാണ്, ചെയ്യുമ്പോൾ ഒത്തിരി കെയർഫുള്ളായി ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും. ഓക്കെ, നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം, നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അറിയണം. അറിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്തു തരാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ടെസ്റ്റിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നമ്പർ 1, y = 0. y = 0 എന്ന് പറയുന്നത് എന്താണ്, ഈസ് ദ റിയൽ ആക്സിസ്. y 0 ആകുമ്പോൾ ഈ ടേം കംപ്ലീറ്റ് 0 ആണ്. അപ്പോൾ എന്ത് മാത്രം കിട്ടും, x ആക്സിസ് മാത്രം കിട്ടും. ഈസ് ദ റിയൽ ആക്സിസ്, അതായത് x ആക്സിസ് ഇൻ Z പ്ലെയിൻ. Z പ്ലെയിനിൽ y = 0 എന്ന് പറഞ്ഞാൽ x ആക്സിസ് ആണ്, റിയൽ ആക്സിസ്. അതുപോലെ നമ്പർ 2, x = 0 ഈസ് the image is imaginary axis. x 0 ആകുമ്പോൾ ഇമേജിനറി ആക്സിസ്, അതായത് y ആക്സിസ് ഇൻ Z പ്ലെയിൻ. Z പ്ലെയിനിൽ നമുക്ക് x 0 ആയ നമുക്ക് ഇതാവും, റിയൽ എവിടെ പോകും, നേരെ ഇമേജിനറി ആക്സിസിൽ പോകും. സോ അതിന് y ആക്സിസ്. നമ്പർ 3, y > or = 0. y > or = 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എല്ലാം പോസിറ്റീവാണ്. വൈയുടെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ തന്നിരിക്കുന്ന XY പ്ലെയിനിൽ വൈയുടെ വാല്യൂസ് എന്താണ്, അപ്പർ ഹാഫ് ലൈനിൽ വൈ ഒക്കെ കംപ്ലീറ്റ് പോസിറ്റീവാണ്. ഈസ് ദ അപ്പർ ഹാഫ് പ്ലെയിൻ ഇൻ Z പ്ലെയിൻ. അപ്പർ ഹാഫ് പ്ലെയിൻ ഇൻ Z പ്ലെയിൻ. പിന്നെ നമ്പർ 4, y < or = 0. y നെഗറ്റീവ് ആണെന്നാണ്. ഈസ് ദ ലോവർ ഹാഫ്
plane in Z plane. Okay, y less than or equal to 0 lower half plane ആണ്. Number 5, x greater than or equal to 0. X greater than or equal to number right half is the right half of W plane. Right half plane എന്ന right half, right side. X ഇപ്പോൾ എവിടെയാണ് പോസിറ്റീവ് ആയിരിക്കും, റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ആണ്. പിന്നെ നമ്പർ 6, x less than or equal to 0. X less than or equal to 0 is the left half of Z plane. of Z എല്ലാം ഇവിടെ Z plane ആണ്, of Z plane. ഓക്കെ, സോ ഇതേ സെയിം ആണ്. നമുക്ക് W പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ റോൾ ചെയ്യുന്നത് യു ആണ്, വൈൻ്റെ റോൾ ചെയ്യുന്നത് വി ആണ്. അവിടെ നമുക്ക് യു ആക്സിസ് എന്ന് പറയുന്നത് റിയൽ ആക്സിസ് ആണ്, വി ആക്സിസ് എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസ് ആണ്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഓക്കെ.